സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുട്ടികൾക്കൊപ്പം ചേർന്ന് പൊതുമേഖലാ സ്ഥാപനമായ KSFE ആദ്യ ദിനം മുതൽ ലഘുഭക്ഷണങ്ങൾ വിതരണം ചെയ്തും സാമ്പത്തിക വിനിയോഗ ബോധവൽക്കരണം ഒരുക്കിയും ആണ് കലോത്സവത്തിൽ സജീവ സാന്നിധ്യമായത് KSFE. വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും കലാകാരികൾക്കുമായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് പരിഗണനയിലാണെന്നും KSFE MD ഡോക്ടർ സനിൽ SK കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കലോത്സവ നഗരിയിൽ ഇങ്ങനെ ഒരു സ്റ്റാൾ ഇടാനുള്ള ഒരു കാരണം എന്താണ്? ലോകം മുഴുവൻ കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ പലപ്പോഴും നോക്കി കാണുന്നുണ്ട്. വിദേശ ടൂറിസ്റ്റുകളൊക്കെ തന്നെ വളരെ നല്ല നിലയിലാണ് കേരളത്തിൻ്റെ ഈ സാംസ്കാരിക പൈതൃകത്തെ നോക്കി കാണുന്നത് നമുക്കറിയാം. കേരളത്തിന് എന്തുകൊണ്ട് ഇത്തരം ഒരു പാരമ്പര്യം ലഭിച്ചു എന്ന് നോക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകം ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവമാണ്. ഇന്നിപ്പോൾ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രതിഭകളൊക്കെ തന്നെ അവരൊക്കെ തന്നെ ഉയർന്നു വന്നത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങൾ വഴിയാണ്. ആ നിലയിലുള്ള പ്രാധാന്യം നമ്മുടെ കേരള സമൂഹത്തിലുള്ള ഒരു കലോത്സവം, അതിൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, കേരളത്തിൻ്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSFEയുടെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണം എന്ന് ഞങ്ങൾക്ക് ഒരു സാധാരണഗതിയിൽ ഞങ്ങൾക്കൊരു നിർബന്ധമാണ്. ചിട്ടികളൊക്കെ തന്നെ കൂടുതൽ ആകർഷകമാക്കുക, അതുപോലെ സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി കൂടുതൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുക, ഇതൊക്കെയാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഞങ്ങൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്.